നമുക്ക് ഇത് വരുന്ന ഒറിജിനൽ പാനൽ തന്നെയല്ലേ? എന്തോ ടി വിക്ക് വരുന്ന ഒറിജിനൽ പാനൽ തന്നെയല്ലേ? അതെ അങ്ങനെയല്ലേ. അല്ല ചോദിക്കുക, നമ്മൾ പാനൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സാമേ അങ്ങനെ വരത്തില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സെയിം ക്വാളിറ്റി തന്നെ കിട്ടും. ആ ദൂരം വരുന്നില്ല, കറങ്ങുന്നില്ലേ? അങ്ങനെയിട്ടുണ്ടോ? ഇട്ടുണ്ട്. ഇത്ര സംഭവം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ബോർഡല്ലേ? ഒന്ന് എടുക്കുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബോർഡ്. ബോർഡൊന്നും ഇല്ലല്ലേ? ക്ലിപ്പ് എടുത്തതാണ്. താഴെ വരുന്ന സംഭവത്തിൻ്റെ സ്പീക്കർ സെറ്റ് അല്ലേ? താഴെ ഇത്ര ഈ രണ്ട് സ്പീക്കേഴ്സ് മാത്രമേ ഉള്ളൂ താഴെ അല്ലേ? സ്പീക്കറും പിന്നെ അതിൻ്റെ ഇത് ഓൺ ഓഫ് ബട്ടൺ സെൻസറാണ് അത് ഈ മറ്റേ റിമോട്ട് സെൻസ് ചെയ്യുന്ന സെൻസർ അത് ഇതല്ലേ? ഡിസ്പ്ലേ എന്ന് പറയും. എന്തോ ഡിസ്പ്ലേ എന്ന് പറയും. ഡിസ്പ്ലേ സെൻസർ അതിലാണ് ഇത് സെൻസ് ചെയ്യുന്നത് നമ്മുടെ റിമോട്ടിൻ്റെ. ഇതാണ് പാനൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് വൈഫൈയുടെ. ഇത് രണ്ടും ഈ മൂന്നും ഒന്നിതും അത്. ഇത്രയൊരു ചെറിയ ബോർഡാണ് ഇത്രയും പ്രോസസ്സിങ് നടക്കുന്നതല്ലേ? ഇത്രയും ചെറിയൊരു ബോർഡ്. പാനെന്ന് പറയാൻ
പാനൽ സാധനം ഫുൾ ഇത്രയും ഉണ്ടല്ലേ? അത് ഇതിന് ഈ ഡിസ്പ്ലേ മാത്രമായിട്ട് മാറാൻ പറ്റും. അതിന് TFT എന്ന് പറയും. ഇതിപ്പോ മാറും നമ്മുടെ ഫുൾ സെറ്റാ. അപ്പൊ മാറാത്ത സാധനം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ബോർഡും ഈ ഒരു സ്പീക്കറേ ഉള്ളൂ. അപ്പൊ ഇത്രയും സെറ്റ് ഫുള്ള് മാറുക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ TV റീപ്ലേസ്മെന്റ് തരുന്നു മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമുക്ക് ഇത് രണ്ടും ബോർഡും ഇതും അതിൻ്റെ അകത്ത് വരുന്നില്ല എന്നതേ ഉള്ളൂ. ബോർഡ് നമ്മുടെ പഴയ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ബോർഡ് വരുന്ന അത് മറ്റേനകത്ത് ഉണ്ടല്ലേ? അത് ടീക്കം ബോർഡ് എന്ന് പറയും. അതെന്താ അതിന്റെ പ്രവർത്തനം? ഇതാണ് അതിന്റെ സിഗ്നൽ കൊടുക്കുന്നത് ടിവിയുടെ. റിമോട്ട് സിഗ്നൽസ് അല്ല. ഈ നമ്മളിപ്പം പിക്ചർ കാണിക്കുന്നില്ലേ, പിക്ചർ കാണിക്കുന്ന ഇതല്ല. ഓക്കെ, മനസ്സിലായി. നമ്മുടെ പിക്ചർ 2ന്റെ പഴയ പ്രവർത്തനം തന്നെ, പ്രോസസ്സിംഗ് തന്നെ. ഇപ്പം ഈ ടീക്കം ബോർഡില്ലേ, ഈ ടീക്കം ബോർഡ് ഫംഗ്ഷൻ ചെയ്ത് അവർ തന്നു വിടുന്ന ഇത് BPL അവർ എഴുതി കാണിക്കുന്ന ഇതെല്ലാം ആ BPLന്റെ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രോഗ്രാം കോഡിംഗ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ബോർഡില്. പിന്നെ ഇത് ഓരോ ഇതിനും ഓരോ സർക്യൂട്ട്സുകളാണ് ഇതിന് വരുന്നത്. ഇതിന്റെ ഓരോ എണ്ണം അനുസരിച്ചാണ്. ഇതിന് മൊത്തം ഈ എണ്ണമാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ എണ്ണമായിരിക്കും വരുന്നത്. ഇതിപ്പം ഇതിപ്പം 10-20 ആണോ, 20 സ്ട്രിപ്പിന്റെ ആണെങ്കിൽ ചിലപ്പോൾ 25 സ്ട്രിപ്പിന്റെ കാണും, ഇപ്പൊ അതിലും കുറഞ്ഞത് കാണും. അങ്ങനെ ഇതേന്നാണ് ഈ സ്ക്രീനിലോട്ടുള്ള ലൈൻസ് പോകുന്നത് എല്ലാം ഇതേല. ഇതിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇത് സ്ട്രിപ്പ്. അപ്പൊ സ്ട്രിപ്പിന് കംപ്ലൈന്റ് വന്നാലും പിക്ചറിന്റെ കംപ്ലൈന്റ് വരും. പിക്ചർ കാണത്തില്ല. സ്ട്രിപ്പ് കംപ്ലൈന്റ് വന്നൊരു കേസ് നമ്മുടെ ഈ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം മുമ്പ് പോയതിൽ സ്ട്രിപ്പ് കംപ്ലൈന്റ്. ഈ സ്ട്രിപ്പിന് ഏകദേശം എത്ര രൂപ കോസ്റ്റ് വരുന്നത്? സ്ട്രിപ്പിന് ഏകദേശം 1000-500 താഴെ വരത്തുള്ളൂ. എത്ര കോസ്റ്റ് വരത്തുള്ളൂ? സ്ട്രിപ്പ് അങ്ങനെ പോകാറില്ല. അങ്ങനെ മൊത്തം ടിവികളുടെയും പോകാറുള്ളതാണോ അതോ BPLന്റെ ആണോ? അല്ല, അങ്ങനെ ഒരു ടിവിയുടെ അങ്ങനെ സ്ട്രിപ്പ് അങ്ങനെ പോകുന്ന കേസ് വരാറില്ല. അങ്ങനെ എന്തേലും റെയറായിട്ട് എന്തേലും വന്നാൽ മാത്രമേ പോകത്തുള്ളൂ. നമ്മൾ ഇടുന്ന സമയത്ത് കറക്റ്റ് അല്ലാതെ ക്ലിപ്പിൽ വീണ് പൊട്ടി പോവുകയോ അങ്ങനെയൊക്കെ വന്നാലേ പോകാറുള്ളൂ. ബൈ മിസ്റ്റേക്ക് കൊണ്ട് അങ്ങനെ ഇതിലോട്ട് നിങ്ങൾക്ക് അങ്ങനെ പോകേണ്ടതായിട്ട് വരുന്നില്ലല്ലോ. തുറക്കുന്ന അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതെ. പിന്നെ പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഷോർട്ട് ആകണം, പാനൽ എല്ലാം ഷോർട്ടായി പോകും. ആ സമയത്താണ് അങ്ങനത്തെ. അത് ലോക്ക്ഡ് ആണല്ലേ? ഇതെല്ലാം ലോക്ക്. ഇത് കണ്ടോ, ഇത് ഇത്രയും ലൈൻസുകൾ കണ്ടോ? ഈ ലൈൻസ് ഈ ലൈനുമായിട്ട് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പിക്ചർ വ്യത്യാസം കറക്റ്റ് കാണിക്കത്തില്ല. അത് ലോക്ക് ചെയ്ത് വെക്കുവാണ്. ഈ സാധനം എന്താ ശരിക്കും? അതതിൻ്റെ പ്രോഗ്രാമൈസ് ചെയ്യാം. IC ലോക്ക് ചെയ്ത് വെക്കും അല്ലേ? അത് ഇത് ഒട്ടിയില്ല സ്റ്റിക്കർ. ഇത് മാഗ്നറ്റ് ഉണ്ടോ? മാഗ്നറ്റ് ഉണ്ടോ? ഇല്ല, ഒരു പക്ഷേ അത് നമ്മുടെ വൈഫൈ കണക്ട് ആകുന്നില്ലേ? എന്താണ് മറ്റേ സ്റ്റിക്കർ ഇങ്ങനത്തെ? ഒരു സ്റ്റിക്കറുകൾ തന്നെയാണ്. സ്റ്റിക്കറോട്ടില്ലേ? വയറിങ്, കോഡ് വയറിങ് എടുത്തത് അതിൻ്റെ. ഡിസ്പ്ലേ ചെയ്ത് കേട്ടോ. ഡിസ്പ്ലേ എന്ത് സാറേ? സ്പീക്കർ
ഇതിൻ്റെ ഡിസ്പ്ലേ മാത്രമായിട്ട് മാറാൻ പറ്റത്തില്ല? എന്തോ ഡിസ്പ്ലേ മാത്രമായിട്ട് പറ്റും. ഡിസ്പ്ലേ മാത്രം ചില ഇപ്പം അല്ല, ഓരോ കമ്പനിയുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിസ്പ്ലേ മാത്രമായിട്ട് മാറുന്നതോ? അത് നമുക്ക് വരുന്ന അനുസരിച്ച് ചിലപ്പോൾ ഫുള്ളായിട്ട് വരും. സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഡിസ്പ്ലേ മാത്രമേ തരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് അഴിച്ചിട്ട് ഡിസ്പ്ലേ മാത്രമായിട്ട് മാറണം. ഫ്രെയിംലെസ് പാനൽ എന്ന് പറയും ഇതിന് ഫ്രെയിം ഇല്ല. ഫ്രെയിംലെസ് പാനൽ എന്ന് പറയും. അത് കാരണം ഇത് നമുക്കിവിടെ വീടുകളിൽ നമ്മൾ കഴിവൊന്നും ചെയ്യത്തില്ല. സർവീസ് സ്റ്റേഷനിലോട്ട് എടുത്തിട്ട് ചെയ്തു അവിടെ കൊണ്ടുപോയി വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത് ഒട്ടിയില്ല പാനലിൻ്റെ അകത്ത് ഇതുപോലെ നമ്മൾ സ്റ്റിക്കറില്ലേ, ഡബിൾ സൈഡ് സ്റ്റിക്കർ പോലത്തെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാണ് ഈ പാനൽ വെക്കുന്നത്. അപ്പൊ അത് ഹീറ്റ് ചെയ്ത് ഊരിയെടുക്കണം ചെറുതായിട്ട്. ഇതിന്റെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഒക്കെ ഡിസ്പ്ലേ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ കഴിവതും കസ്റ്റമർ സൈറ്റിൽ വെച്ച് ചെയ്യാറില്ല. അത് ഇച്ചിരി ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കേസാണ്. കറക്റ്റ് ഊരിയില്ലെങ്കിലും അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള പ്രതലത്തിൽ വെച്ചൊന്നും അല്ല എന്നുണ്ടെങ്കിൽ അകത്ത് ഇതുപോലെ ബ്ലാക്ക് ഡോട്ടുകൾ വരും. ഇത് ഒരു പൊടി കയറി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു നിസ്സാര പൊടിയാണ്, നമ്മൾ കുഴപ്പമില്ലായിരിക്കും പറഞ്ഞ് ഊതി വിട്ടാൽ എവിടെയെങ്കിലും കിടന്നില്ല. ഇതിൻ്റെ അകത്ത് ഇതുപോലെ അങ്ങനെ ബ്ലാക്ക് ഡോട്ട് വരാൻ കാരണം പൊടി കയറുന്നതാണോ? പൊടിയായിരിക്കും. അവരന്ന് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് അല്ല, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നൊന്നുമില്ല, കമ്പനി മാനുഫാക്ചർ ചെയ്ത സമയത്ത്. എവിടെയും ഒരു പൊടി കയറുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അത് പൊടിയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും കാണത്തില്ല. ഇല്ല, നമുക്ക് അങ്ങനെ കേസുകൾ വന്നിട്ടുണ്ട്. കൂടുതലും പൊടിയേ വരത്തുള്ളൂ കംപ്ലീറ്റ്ലി. ഇത് ഈ പറഞ്ഞ ഒരു ബ്ലാക്ക് സ്പോട്ട് എന്ന് കണ്ടേക്കുന്നത് മറ്റേ കംപ്ലൈന്റ് ആയിരുന്നുണ്ടെങ്കിൽ ആ ഒരു ഇതല്ല പറഞ്ഞത്, പിക്ചർ മൊത്തം അല്ലേ ബ്ലറായി പോകും. അപ്പം അന്ന് കമ്പനി ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് പൊടി കയറുന്നതായിരിക്കാം. പൊടി അങ്ങനെ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഓട്ടോമാറ്റിക്കലി ഈ സൈഡിലില്ലേ പൊടി വന്ന് അകത്തോട് ഉള്ളിലോട്ട് കയറിയതായിരിക്കാം. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ പല കംപ്ലൈന്റ് തന്നെ ആയിരിക്കാം. പക്ഷെ അത് കഴിവതും പൊടിയുടെ ആണെന്ന നിഗമനം. ഏകദേശം ഇതിന്റെ ഒരു പാനലിന് ഏകദേശം എത്ര കോസ്റ്റ് വരുന്ന? പുതിയ പാനൽ ഏകദേശം അപ്രോക്സിമേറ്റ് നമ്മൾ മാറിയ സാധനം 9,500 രൂപ റേറ്റ് വരും. ടിവിയുടെ 60% വില അതിന്റെ പാനലിന്. ബോർഡിന് അപ്പോൾ അതിൽ താഴെ ആയിരിക്കും വിലയുള്ളൂ. ബോർഡിന് കൂടി വന്നാൽ ഒരു 3 രൂപ 4 രൂപ റേറ്റൊക്കെ വരത്തുള്ളൂ. ആൻഡ്രോയിഡ് ടി വി ആണെങ്കിൽ ഇതുപോലെ നെറ്റ് കണക്ട് ചെയ്യുന്ന ആൻഡ്രോയിഡ് ടി വി ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എമൗണ്ട് വരും. മാക്സിമം പോയാൽ 5 രൂപ താഴെ വരത്തുള്ളൂ. അവിടെ മറ്റേ സ്ക്രൂ ഡ്രൈവറെ കൊണ്ടൊന്ന് വർക്ക് ചെയ്യട്ടാ. അത് ഇത് തിരിച്ചോളൂ. ടൈറ്റ് ആയില്ലായിരുന്നു. എന്തോ ടൈറ്റ് ആയില്ലായിരുന്നു. അത് കറക്റ്റ് അതിൽ വീഴുന്നില്ല പാ. അത് ഇതിൻ്റെ ഉള്ളിൽ അത് ഞാൻ മുറിക്കണം. നീ എൻ്റെ
ഇതിന് കമ്പനിക്ക് തിരിച്ചയക്കുമായിരിക്കും അല്ലേ? നമ്മളിവിടുന്ന് കമ്പനിയിൽ നിന്ന് കൊടുക്കണം അല്ലേ? പ്ലാസ്റ്റിക് അല്ലേ? ഏതാ അവിടെ പ്ലാസ്റ്റിക് ഇരിക്കുന്നു.